വലിയച്ഛൻ വരുന്നുണ്ട്. ഭക്ഷണം കുറച്ച് റിച്ച് ആയിക്കോട്ടെ. ഓക്കെ. നല്ല രുചി, ലഘുവാണ്. കുറവുപ്പ്, കുറവെണ്ണ, കുറവ് പഞ്ചസാര. എന്നാൽ കൂടുതൽ ആരോഗ്യം, കൂടുതൽ സന്തോഷവും. അതെ, ശ്രദ്ധയോടെയുള്ള പാചകം ചെയ്യൽ സ്നേഹത്തോടെയുള്ള പാചകം ചെയ്യലാണ്. തൊഴിൽ അന്വേഷകർക്ക് പ്രയോജനകരമായി പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിച്ച് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജ്ഞാന കേരളം പ്രാദേശിക തൊഴിൽ മേള മിത്ര 2026 സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് പി പ്രശാന്തി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മേള സംഘടിപ്പിച്ചപ്പോഴും നമ്മുടെ ബ്ലോക്ക് തലത്തിൽ തൊഴിൽ മേള നടത്തിയപ്പോഴും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ ദാതാക്കളെ അല്ലെങ്കിൽ തൊഴിൽ അന്വേഷകരെയും പങ്കെടുപ്പിക്കാൻ സാധിച്ചത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് തന്നെയാണ്. അതിൻ്റെ ഒരു നേട്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ഉണ്ടായിട്ടുമുണ്ട്. നമ്മുടെ ഇവിടുന്ന് തൊഴിൽ അന്വേഷകരായി പോയിട്ടുള്ള നമ്മുടെ യുവതി-യുവാക്കൾക്ക് കുറച്ചു പേർക്കെങ്കിലും തൊഴിൽ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് നമുക്കിതിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇപ്പോ നിലവിൽ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒറ്റയടിക്ക് തന്നെ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ ലഭിക്കും എന്നൊരു പ്രതീക്ഷയോടുകൂടെ അല്ല എങ്കിൽ പോലും നമുക്കറിയാം, ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ വരുമാനം, ഒരു തൊഴിൽ എന്നത് സ്വപ്നം തന്നെയാണ്. അത് കുറച്ചെങ്കിലും സാക്ഷാത്കരിക്കാൻ പറ്റുമെങ്കിൽ അതില് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് വലിയൊരു കൃതജ്ഞതയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം നല്ലൊരു ഇടപെടൽ നമുക്ക് ഇവിടെ നടത്തി ഇത്തരം അധികം ആളുകളെ ഇവിടെ പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ ദാതാക്കളായിട്ട് ഒരു 7ഓളം കമ്പനികളും ആളുകളെയും നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ഇന്റർവ്യൂ നടത്തി അതിൽ നിന്നും മുൻഗണനയ്ക്കനുസരിച്ചിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ഓരോരുത്തരെയും സെലക്ട് ചെയ്യുക. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും ഒരു നല്ല തൊഴിൽ ലഭിക്കട്ടെ എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ആശംസിക്കുന്നത്. വൈസ് പ്രസിഡന്റ് കെ പി അനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ എം അസീസ്, പി വി വിനു, കെ എം രാധാകൃഷ്ണൻ, കെ കെ ശൈലജ, സ്മിത സുകുമാരൻ എന്നിവർ പങ്കെടുത്തു. ഇന്ന് ഇവിടെ ഇത്രയും തൊഴിൽ ആവശ്യകർ അല്ലെങ്കിൽ അന്വേഷകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും തൊഴിൽ എന്നുള്ള ഒരു സ്വപ്നമാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വിഭാവനം ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഇത് പൂർത്തീകരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയല്ല. പക്ഷെ വരും കാലങ്ങളിൽ നമ്മുടെ ബ്ലോക്കിനകത്ത് ഒരാൾ പോലും അഭ്യസ്തവിദ്യരായിട്ടുള്ളവരുണ്ടാവാം, നിരവധി മറ്റ് പ്രൊഫഷണൽ ആയിട്ടുണ്ടാവാം, ടെക്നിക്കലായിട്ടുണ്ടാവാം. ഈ തരത്തിലെല്ലാ തൊഴിൽ ദാതാക്കളെയും സമീപിച്ച് അവർക്ക് വേണ്ട തൊഴിൽ കിട്ടുന്ന അല്ലെങ്കിൽ അതിനാവശ്യമായ വൈദഗ്ധ്യം നേടിയവരെ കൊണ്ട് അവർക്ക് നൽകുക എന്നുള്ളത് കൊണ്ടാണ് ഈ തൊഴിൽ ദാനം അല്ലെങ്കിൽ തൊഴിൽ പരിശീലനം അല്ലെങ്കിൽ ഇന്ന് ഇവിടെ രജിസ്റ്റർ ചെയ്തവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബ്ലോക്കിനകത്ത് വിവിധ സംരംഭങ്ങൾ ഇന്നിപ്പോൾ 6-7 സംരംഭങ്ങളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവർക്ക് വേണ്ട അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ സ്കിൽ ആയിട്ടുള്ള അവർ പറയുന്നത് വെച്ച് മുൻഗണന വെച്ച് നൽകുക എന്നുള്ള ഉദ്ദേശമാണ് ഇന്നിവിടെ. ഇതിനോട് തുടർന്ന് നമ്മൾ പല ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ പല ഇതേപോലെയുള്ള കമ്പനികളുണ്ട്. നമ്മൾ എല്ലാവർക്കും ഗവൺമെന്റ് ജോലി ഒരു സ്വപ്നമാണ്. ഗവൺമെന്റ് ജോലി നമുക്ക് അത്യാവശ്യ സുരക്ഷിതത്വമൊക്കെ ഉണ്ടെങ്കിൽ കൂടി അതുപോലെ തന്നെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളാണെങ്കിലും പ്രൈവറ്റ്. ബ്ലോക്ക് സീനിയർ എക്സ്റ്റൻഷൻ ഓഫീസർ ബൈജു വിജയും വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ സംരംഭകരും ചടങ്ങിൽ സംസാരിച്ചു. 21 പ്രമുഖ സ്ഥാപനങ്ങൾ പങ്കെടുത്ത മേളയിൽ നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ വാഗ്ദാനം ലഭിച്ചു. പ്രാദേശിക തലത്തിൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിച്ചത്. CCV ന്യൂസ്, പഴയന്നൂർ.